നമസ്കാരം. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കും കേരള ജനത നൽകുന്ന ബഹുമാനം പോരാ അത്രേ. കേരളത്തിലെ ജനങ്ങൾ മന്ത്രിമാരെ ബഹുമാനിക്കുന്നില്ല എന്ന പുതിയ കണ്ടെത്തലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ഇപ്പോൾ പുതിയതായി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിലുള്ളത്. അതായത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഇനി അവർക്ക് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന കത്തുകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് എഴുതി ചേർക്കണം. അങ്ങനെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന കത്തുകളിൽ ജനങ്ങൾ ബഹുമാനം പുലർത്തണം എന്ന, അല്ലെങ്കിൽ ഇതുവരെ നൽകിയ കത്തുകളിൽ ബഹുമാനം ഇല്ലായിരുന്നു എന്ന പുതിയ കണ്ടുപിടുത്തമാണ് സർക്കാരിൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഇനി നൽകുന്ന കത്തുകളിൽ ബഹുമാനം പരസ്പരം വേണം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നൊരു സർക്കുലർ ഭരണപരിഷ്കാര കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നു. ഏതായാലും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കേരള ജനത ബഹുമാനം നൽകുന്നില്ല എന്ന കണ്ടെത്തൽ സ്വയം തോന്നിയത് വളരെ നല്ല കാര്യമാണ്. തങ്ങൾ ഭരിക്കുന്ന തങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ അത്ര കണ്ട് വില നൽകുന്നില്ല എന്ന ഒരു തോന്നൽ ഭരണത്തലപ്പത്ത് ഇരിക്കുന്നവർക്ക് തന്നെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനതയ്ക്ക് ഉണ്ട്. അതായത് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ചുള്ള വിഷയങ്ങൾ ഉയർന്നു വന്ന സമയത്ത്, ആശുപത്രിയിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ ഉന്നയിച്ച സമയത്ത് മന്ത്രി പറഞ്ഞത് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിസ്റ്റം ശരിയായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും പിന്നെ പോലീസ് ഗുണ്ടായിസത്തിൽ ആഭ്യന്തര വകുപ്പും ഇങ്ങനെ നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ജനം ആവശ്യത്തിൽ അധികം ബഹുമാനിക്കുന്നില്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്ത് ബഹുമാനമാണ് ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും നൽകേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ കുറെ ഉദ്യോഗസ്ഥർ മന്ത്രിമാരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സോപ്പിടുന്നതിൻ്റെ, സുഖിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നതാണോ പ്രവർത്തിക്കുന്നതാണോ എന്നൊരു സംശയം കേരള ജനതയ്ക്ക് ഉണ്ടാകുന്നു. അതായത് നാം കണ്ടത് മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിലെ ഇടത് സർവീസ് സംഘടനകളുടെ യോഗത്തിൽ പ്രകീർത്തിച്ചതും അദ്ദേഹത്തിന് വേണ്ടി പാട്ട് രചിച്ചതും അദ്ദേഹത്തിന് വേണ്ടി നൃത്തമാടുന്നതും ഒക്കെ നാം കണ്ടതാണ്. അതായത് മുഖ്യമന്ത്രിക്ക് പൊതുജനം നൽകുന്ന പ്രകീർത്തനം പോരാ, കുറച്ചുകൂടി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കുറെ കൂടെ ജനം ബഹുമാനിക്കണമെന്ന് ഒരു ഉത്തരവിലൂടെ ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ സ്വയം ഈ പറയുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും തങ്ങളുടെ വില അവർ തന്നെ ഇടിച്ചു താഴ്ത്തുക അല്ലേ എന്ന ചോദ്യം ഉണ്ടാകുന്നു. ഏതായാലും ഈ ഉത്തരവ് പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ മറ്റു രാഷ്ട്രീയ നേതാക്കൾ ഇതുവരെ അവരുടെ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ഏതായാലും അത്തരം പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയെ ഇനി അവർ ഏത് രീതിയിലായിരിക്കും ബഹുമാനിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.